അപ്പൊ നമ്മൾ ഇന്നത് ഒരു അടിപൊളി യാത്ര. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പൊ UK വന്നതിന് ശേഷം ഒരു ബസ്സിൽ ഒരു ടീമായിട്ടൊരു ഗ്രൂപ്പ് ഒരു യാത്ര പോകുന്നത്. ഇന്നത്തെ ഒരു ആത്മീയ യാത്രയും കൂടിയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വാത്സിംഗം പള്ളിയിൽ നമ്മുടെ UK സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഇന്നത്തെ ഒരു പ്രത്യേക ഇവന്റ് നടക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലെസ്റ്ററിലെ നമ്മുടെ മദർ ഓഫ് ഗോഡ് ചർച്ചിൻ്റെ കീഴിൽ നിന്നുള്ള നമ്മുടെ സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ സെൻറ്റ് ജോസഫ് യൂണിറ്റി, ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇന്ന് പ്രോഗ്രാമിന് പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇന്ന് പോകുന്നത്. ഓൾറെഡി ബസ് ഇവിടെ വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വളരെ പ്രത്യേകമായ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരും ബീഫ് ആൻഡ് ബിയോണ്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ള വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഡേ ഇന്ന് നമ്മുടെ വാത്സിംഗം തീർത്ഥയാത്രയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് പരിപാടികൾ എന്നുള്ളത് നമുക്കിന്ന് പ്രോഗ്രാമിന് നമ്മുടെ സ്പിരിച്വൽ ലീഡറായിട്ടുള്ള നമ്മുടെ ഫാദർ ഫാൻസ് നമ്മുടെ പ്രസൻസ് ആണ്. ഒപ്പം നമ്മുടെ തോമസ് ചേട്ടൻ ജിസും കാര്യം കോർഡിനേറ്റ് ചെയ്യാനുള്ള എല്ലാവരും ഉണ്ട്. അച്ഛാ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയാണ്? നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? നമ്മൾ വാത്സിംഗം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇംഗ്ലണ്ടിലെ നസ്രത്ത് എന്ന പേര് അറിയപ്പെടുന്ന വാത്സിംഗം, അത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് മാതാവിന് മംഗളവാർത്ത ലഭിച്ച ആ രൂപത്തിലുള്ള ഒരു ഭവനം പണിയാനുള്ള ദർശനം ലഭിച്ച സ്ഥലമാണത്. അങ്ങനെ ഒരു പള്ളി അവിടെ ആ ഒരു വീടുണ്ടാക്കിയും അതിനോട് ചേർത്ത് പള്ളി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അവിടെ നമ്മൾ സീറോ മലബാർ സഭ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ജൂലൈ മാസം 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ശനിയാഴ്ച ഓൾ ഡയസിൻ്റെ തീർത്ഥയാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോവുകയാണ്. അഭിയന്ത പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള കുർബാന ഉണ്ടായിരിക്കും, പ്രൊസഷനുണ്ട്. അതുപോലെ തന്നെ 30-35 വൈദികരുണ്ടാകും. 3000 വിശ്വാസികളും തീർത്ഥാടകരായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആകാശമായ രീതിയിലാണ് നടക്കുന്നത്. 10:30 മാതാവിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ട്. അതിനുശേഷം ജപമാല പ്രദക്ഷിണം, അതിനുശേഷം ആഘോഷമായ രൂപം വഹിച്ചുള്ള പ്രദക്ഷിണം, പിന്നീട് 2 മണിക്കായിരിക്കും കുർബാന നടക്കുക. പ്രകാരമാണ് അവിടുത്തെ ഇന്നത്തെ കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരിയേറെ ആശംസ നേരുന്നു. നല്ല അനുഗ്രഹപ്രദമായ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും, ആശംസിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ അപ്പോൾ ടീമിന്റെ കോർഡിനേറ്റേഴ്സ് ജെയ്സൺ ഉണ്ട്, നമ്മുടെ ജിസേട്ടൻ, തോമസ് ഏട്ടൻ, അപ്പോൾ എല്ലാവരും ഉണ്ട്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടിയുടെ ഒരുക്കങ്ങൾ? ലാസ്റ്റ് ഇയർ പോയിട്ടുള്ള പരിപാടിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പറയാമോ തോമസ് ഏട്ടൻ? ജിസ് ലാസ്റ്റ് ഇയർ തോമസ് ഏട്ടനായിരുന്നു. നമ്മളിവിടുന്ന് പള്ളിയിൽ നിന്ന് വാത്സിംഗാമിൽ ഒരു ട്രിപ്പ് ബസ് ഇടുന്നതാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മളെല്ലാവരും പോയി അവിടെ നല്ല പ്രദർശനവും കുർബാനയൊക്കെ നല്ല ഭക്തിപരമായ കുർബാനയൊക്കെ എല്ലാവരും കൂടിയായിരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം നമ്മൾ സെന്റ് ജോസഫ് കൂട്ടായ്മയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇടവകയിൽ നിന്ന് സെന്റ് ജോസഫ് കൂട്ടായ്മയിൽ നിന്നാണ്. നമുക്ക് 54 പേര് നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുണ്ട്. എല്ലാവരും കൂടി നമ്മൾ ഒരു നല്ലൊരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പോവുകയാണ്. എല്ലാവരും റെഡിയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ളത് ശേഷം കാണാം. ഹലോ ഹലോ, എല്ലാവരും ഹായ് കാണിച്ചു കേട്ടോ. അബു എന്തായാലും അടിപൊളി കൊച്ചാണ്. സീറ്റിംഗ് ഒക്കെ ഓക്കെ അല്ലേ? എല്ലാവരും കംഫർട്ടബിൾ അല്ലേ? അച്ഛാ എങ്ങനെയുണ്ട്? സീറ്റിംഗ് ഒക്കെ ഓക്കെ അല്ലേ? ഹലോ ഹലോ, ഹായ് ഹായ്, ഹലോ ഹലോ. ജിസ് എന്തേ നമ്പർ എല്ലാവരും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്, കുറവൊന്നുമില്ലല്ലേ എണ്ണം? ഹലോ ഹലോ ഹലോ. ബാക്കി ഫ്രണ്ടിലിരുത്തി കാണാം. ചേച്ചി ചേച്ചിയുടെ ഒരു ഇന്നത്തെ പരിപാടിനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ചേച്ചി സ്ഥിരം പോണ ആളല്ലേ? ഞാൻ സ്ഥിരം പോകാറില്ല, ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അതൊരു അടിപൊളി ദിവസം അല്ലേ? അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. ഹലോ ഹായ്, ഹലോ ഹലോ ഹലോ. അവിടെ ഫുൾ നമ്പർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹലോ, ഇവിടെ ഒരു മിസ്സായ നമ്മുടെ ന്യൂ മെമ്പർ ഓർക്കായോ? ഹലോ ഹലോ ഹായ്. ഇവിടെ ഉണ്ടായിരുന്നു നീ. ഹലോ
ഹായ് ഹായ് ഹായ്. ഹലോ, നിങ്ങളാണ് ബാക്ക് സീറ്റേഴ്സ് അല്ലേ? പൊളിക്കുന്ന ടീമാണോ നിങ്ങള്? പൊളിക്കോ? ചെറിയ രീതിയില്. ഓക്കെ. Hallowed the name. Thy kingdom come, thy will be done on earth as it is in heaven. And forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with thee. Blessed are you among women, and blessed is the fruit of thy Jesus. Hail Mother of God, pray for us sinners, now and at the hour of our death. Glory be to the Father, and the Son, and the Holy Spirit. Amen. Lord Jesus, as we are going together to Walsingham, where there was a parish of Blessed Mary. We are going as a pilgrimage there. Bless us all. Give us a pleasant and happy journey. Be with us always. Guide us properly. In the name of the Father, and of the Son, and the Holy Spirit. Amen. Wish you all the best. God bless you. Enjoy the day and be blessed through the intercession of Blessed Mary. Amen. അപ്പൊ അങ്ങനെ നമ്മൾ വാൽസിംഗം ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്യുന്ന ഏരിയ. എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞെട്ടി. കാരണം ഒരു വണ്ടികളല്ല, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരെല്ലാവരും ഇറങ്ങാണ്. ഇവിടുത്തെ ഏരിയ ഒരു ചെറിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തിട്ടാണ്, ഒരു ഇന്റേണൽ റോഡ് പോലെയുള്ള ചെറിയ ടൈപ്പ് റോഡാണ്. ആ റോഡിൽ കൂടെയാണ് നമ്മുടെ പരിപാടി. വണ്ടികളൊക്കെ വൺ വേ ആയിട്ട് അവർ വിട്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ക്രൗഡ് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ബസ്സുകൾ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ. ഇവിടെ ഇത്രയും പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പല പല കമ്മ്യൂണിറ്റികളിൽ നിന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ തൃശ്ശൂർ പൂരത്തിന് ആന നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ബസ്സുകൾ കിടക്കുന്നത്. ഇനി നമ്മുടെ കാർ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഇതൊരു നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ഇച്ചിരി മാറിയിട്ടാണ് ഈ പാർക്കിംഗ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവിടെ പള്ളിയുടെ സൈഡിലേക്ക് പോകും. ആദ്യം ഈ നമ്മുടെ വണ്ടികൾ കിടക്കുന്ന ഏരിയ. നമ്മുടെ താരങ്ങളും എല്ലാവരും ഇറങ്ങി വരുന്നു. നമ്മുടെ UK പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ഇടവകളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ പലരുടെയും ബോർഡൊക്കെ കണ്ടു. ബർമിംഗ്ഹാം, നോട്ടിംഗ്ഹാം, ഡെർബി, ലെസ്റ്റർ എന്ന് വേണ്ട നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് എല്ലാം അങ്ങനെ വന്നിക്കാണ്. അതിന് മാത്രം ആൾക്കാർ ഇപ്പം ഇന്ന് ക്രൗഡ് ചെയ്യുന്നൊരു വലിയൊരു ഇവൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മുടെ ഈ പള്ളിയുടെ ലൊക്കേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ആക്സസിൽ വളരെ അധികം നിയന്ത്രണങ്ങൾ ഇന്നത്തെ ദിവസം അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വൺ വേ ആയിട്ട് നമ്മൾ ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബാരിക്കേഡ് നിയന്ത്രിച്ചാണ് നമ്മുടെ പള്ളിയുടെ കുർബാന നടക്കുന്ന ഗാലറി ഗ്രൗണ്ടിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. എല്ലാം വളരെ മികച്ച ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇന്നത്തെ ദിവസം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടത്തെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ദിവസം തന്നെയാണ്. ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് നമ്മൾ ചാപ്പലിന്റെ സൈഡിൽ കൂടെ നമ്മുടെ മെയിൻ പള്ളിയുടെ ഓപ്പൺ ഗാലറിയിൽ അവിടെയാണ് നമ്മൾ കുർബാന നടക്കുന്നത്. ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ പ്രദർശനത്തിന് ആൾക്കാർ അണിനിരന്ന് ഇവിടെ മറ്റൊരു ഗ്രൗണ്ടിലോട്ട് എല്ലാവരും അണിനിരന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നേർച്ച ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒപ്പം പ്രസിദ്ധി വാഴ്ച ഇതിന്റെ പിന്നാലെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് രൂപം നമ്മുടെ അൽഫോൻസമ്മയുടെ മാതാവിന്റെ രൂപങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തോമസ് ലീഗയുടെ രൂപം വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട്
ഇറങ്ങുന്ന കാഴ്ചകൾ അധികം വൈകാതെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കാണുന്നത്. നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഇവിടെ ഫുഡ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരാനായിട്ട് 3 മണിക്കൂർ അതിൽ കൂടുതൽ സമയമൊക്കെ ബസ്സിലിരുന്നാണ് എല്ലാവരും യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ വിശപ്പിന്റെ വിളി ഉള്ളത് കൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഓൾറെഡി അവിടെ ഫുഡ് നമ്മുടെ കാറ്ററിംഗ് ടീമിന്റെ അടുത്ത് നമ്മൾ പ്രീ ഓർഡർ ചെയ്തിരുന്നു. അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും അത് കഴിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന നിമിഷങ്ങളാണ്. ഇവിടെ മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഒരു കാറ്ററിംഗ് ടീമാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. അത് ഇവിടെ ഒരു ടീം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന ഇതിന് ഒരു തിരക്ക് കൂടാനായിട്ട് സാധിച്ചു. അതൊരു ന്യൂനതയായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം പറഞ്ഞ ഒരു വലിയ ഗ്രൂപ്പ് കുറേ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പള്ളിയുടേതായ കാറ്ററിംഗ് അവരുടെ ഒരു കിയോസ്കും പിന്നെ പള്ളിയുടെ കാറ്ററിംഗ് ഏരിയയിലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതും എല്ലാവരും ഉപയോഗപ്പെടുത്തി. വളരെ മനോഹരമായിട്ടുള്ള പ്രദർശനത്തിന്റെ നിമിഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഇടവകളിൽ നിന്നുള്ള അവരുടെ ബാനറുകള്, കൊടിതോരണങ്ങള്, വർണ്ണക്കുടകള് എല്ലാം അണിനിരത്തിക്കൊണ്ട് പ്രദക്ഷിണം ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ഇവിടെ പള്ളിയുടെ പ്രദക്ഷിണ നഗരിയിലേക്ക് നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ ഓരോ ഇടവകളിൽ നിന്നും ക്രമീകരണങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ട് അവർ ആ പ്രദക്ഷിണം ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
പോകാം. Jama'a